ഹലോ, നമുക്കിന്ന് മാമ്പഴം കൊണ്ട് പുട്ടുണ്ടാക്കിയാലോ? അപ്പോൾ 2 മാമ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം, നല്ലതുപോലെ അരയണം. നല്ലതുപോലെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. എന്നിട്ട് അരച്ച് വെച്ചിരിക്കുന്ന മാമ്പഴം 2 വട്ടമായിട്ടാണ് നമുക്കിത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിനുശേഷം മറ്റത് കൂടിയും ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഈ പുട്ടുപൊടി കട്ട പിടിക്കാതിരിക്കാനാണ് നമ്മൾ 2 വട്ടമായിട്ട് ഇത് ഒഴിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ പുട്ട് തയ്യാറാക്കുന്നത് അതുപോലെയാണ് ഇതും ചെയ്യുന്നത്. ഇത് നമ്മൾ എക്സ്ട്രാ മാമ്പഴം കൂടി ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അഭിപ്രായം കമൻ്റായിട്ടും രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ഇതിന്ന് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് പഴമോ പപ്പടമോ ഒന്നും വേണ്ട. നല്ല പഴുത്ത മാങ്ങയാണ്. നല്ല ചൂടോടുകൂടി തിന്നണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോഴേ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബൈ.